ഈ കൽതായ മെത്രാന്മാരെല്ലാം കൂടി എറണാകുളത്ത് എന്തുണ്ടാക്കുമെന്നാ പേടിപ്പിക്കുന്നത്? പെണ്ണ് കെട്ടിക്കാൻ മറ്റു രൂപതകൾ എന്താ കുറി തരില്ലേ? പെണ്ണും ചെറുക്കനും ഇഷ്ടമാണെങ്കിൽ ആ കല്യാണം നടക്കും, നടന്നിരിക്കും. ഈ രൂപരാജനം നടത്തിയിരിക്കും. മെത്രാൻ പറഞ്ഞിട്ട് പെണ്ണിൻ്റെ ആൾക്കാർ പിണങ്ങിപ്പോയാൽ ആ പെണ്ണിനെ ചെറുക്കൻ കെട്ടിയാൽ അവൻ അധോഗതിയാകും. അവർക്ക് കെട്ടിയോനേക്കാൾ വലുത് മെത്രാനായിരിക്കും. പക്ഷെ മെത്രാൻ അംഗം ഏറ്റെടുത്തിട്ട് എന്ന് പറഞ്ഞ് അങ്കമാലിക്കാർ അതങ്ങ് വിട്ടുകളയും. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വെക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയെന്ന് പറയുന്നത് ജനാഭിമുഖ കുർബാനയാണ്. ആ കുർബാന വിട്ട് മറ്റൊരു കുർബാന ചൊല്ലാൻ വിശ്വാസികൾക്ക് കഴിയില്ല. സർക്കുലർ അതിരൂപതയിലെ ജനം ഓരോ ഉഡായിപ്പുമായിട്ട് ഇറങ്ങിക്കോളും. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തോളാം. സഭയിലെ ഒരു അച്ഛൻ്റെയും സർട്ടിഫിക്കറ്റ് വേണ്ട. പ്രാർത്ഥിക്കാനും കുടുംബജീവിതം നയിക്കാനും ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളൊക്കെ പോയി ഫ്രാങ്കോ, അല്ലഞ്ചേരി, തൃശ്ശൂർ ഗുണ്ട ഇവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങി ജീവിക്കേ. വളച്ചു കിട്ടുന്നില്ല. കാര്യം എറണാകുളം അങ്കമാലി രൂപതയെ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട.